സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു തർക്കത്തെക്കുറിച്ച്, രണ്ടുപേർ തമ്മിലുള്ള ഒരു തർക്കത്തെക്കുറിച്ചാണ്. അതിലൊന്ന് ചലച്ചിത്ര താരം ഹരീഷ് കണാരനാണ്. എതിർപക്ഷത്ത് നിൽക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ NM ബാദുഷയാണ്. തർക്കം ചുരുക്കി പറയാം ഇതാണ്: ഹരീഷ് കണാരനിൽ നിന്ന് ബാദുഷ ഒരു 20 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും ഹരീഷ് കണാരൻ അത് തിരിച്ചു ചോദിക്കുകയാണ്. തനിക്ക് ആവശ്യം വന്നപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, 20 ലക്ഷം രൂപ തിരിച്ചു തരണമെന്ന് പറയുന്നു. പക്ഷേ അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന മറുപടി ബാദുഷയിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഹരീഷ് കണാരൻ ഇത് പരസ്യമായി പറയുകയാണ്, ബാദുഷ തന്നെ പറ്റിച്ചു, 20 ലക്ഷം രൂപ വാങ്ങി അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തന്നെ പല സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ് എന്ന് ഹരീഷ് കണാരൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായി NM ബാദുഷ രംഗത്തെത്തുകയാണ്. താൻ പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ 20 ലക്ഷം ഒന്നും വാങ്ങിയിട്ടില്ല, 14 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അതിൽ 7 ലക്ഷം രൂപ ഹരീഷ് കണാരന് തിരിച്ചു നൽകി. ബാക്കിയുള്ള 7 ലക്ഷം എന്ന് പറയുന്നത് ഹരീഷ് കണാരൻ സിനിമാ മേഖലയിൽ വളരെ സജീവമായ സമയത്ത് ഹരീഷ് കണാരൻ്റെ ഈ ഡേറ്റുകൾ, പല സിനിമകളും തമ്മിലുള്ള ഡേറ്റുകളൊക്കെ മാനേജ് ചെയ്തത് ബാദുഷയായിരുന്നു. അപ്പോൾ അതിനുള്ള വേതനമായി, കൂലിയായി കണ്ടാൽ മതി ഈ ബാക്കി 7 ലക്ഷത്തെ എന്നാണ് ബാദുഷയുടെ മറുപടി. അതുപോലെ തന്നെ ബാദുഷ പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുകയും അതിന് പിന്നാലെ ഇപ്പോൾ കുടുംബത്തിന് നേരെയടക്കം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വരുന്നു, മക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലൊരു പരാതി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം. ഇതിപ്പോൾ നോക്കൂ, സിനിമാ മേഖലയിൽ തുടരെ പല രീതിയിലുള്ള തർക്കങ്ങളും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിഷാദ്, ഇതിപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കടം കൊടുത്ത് നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയോ? എന്ന് വെച്ചാൽ ആ ഭാഗം പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ബാദുഷയ്ക്ക് പറ്റിയിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ബാദുഷയുടെ കുടുംബം ഇതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക, അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കാളിത്തമില്ലാത്ത ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ബുള്ളിങ്ങിന് വിധേയമാകുന്നെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇന്നിപ്പോൾ ഹരീഷ് തന്നെയും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആരെയും ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരാൻ പാടില്ല, ഇത് ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള ഏർപ്പാടാണെന്ന്. അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രതികരണമാണ്. അത് നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഒരു നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അതിൽ വരാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷേ ഒരു സാമ്പത്തിക ഇടപാടാണ്. ആ സാമ്പത്തിക ഇടപാടിൽ സുതാര്യത ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ആരോപണം ഉന്നയിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. ഇപ്പോഴാണ് ബാദുഷ ഒരു വിശദീകരണമായിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഇത്രയും വൈകി? ഇത്രയും ദിവസം ഈ അനിശ്ചിതത്വം നിർത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം ആക്രമിക്കപ്പെട്ടു, താൻ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറയാണല്ലോ. അദ്ദേഹത്തിന് ആ ക്ലാരിറ്റി പിറ്റേന്ന് വരുത്താമായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചില്ലല്ലോ. അതെന്തുകൊണ്ട് അദ്ദേഹം വൈകിയത്? അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വയം കൃതാനർത്ഥം എന്ന് പറയും. ഇത്രയും വൈകിയാൽ നമുക്ക് ഒരു കൃത്യമായ വിശദീകരണം കൊടുക്കാനില്ല എന്നാണ് ജനം മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, വിമർശിക്കും, ചിലപ്പോൾ ആക്ഷേപിക്കും. അത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ഒരു കാര്യങ്ങൾ ടൈംലി പ്രതികരിക്കാൻ അതുണ്ടായിട്ടില്ല. ഹരീഷ് കണാരൻ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാദുഷയുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ നമുക്ക് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ ബാദുഷയുടെ വാർത്താ സമ്മേളനത്തിൻ്റെയോ അതിന് ശേഷം എന്നുള്ള വാർത്തകളുടെയൊക്കെ ടോട്ടൽ കമൻസ് എടുത്ത് നോക്കി അതിലൊന്നും ബാദുഷയെ പിന്തുണയ്ക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നില്ല. ഈ ദിവസവും കാണാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ പോയിന്റ് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് പൈസ കടം വാങ്ങിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഒരു പോർഷൻ തിരിച്ചു കൊടുത്തു, ബാക്കി തിരിച്ചു കൊടുക്കാത്തത് ഞാൻ അവർക്ക് വേണ്ടി എടുത്ത പണിയുടെ കൂലി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, 3 താരങ്ങളുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത്. ചിലൊരു ക്രൈസിസ് വന്നപ്പോൾ 2 പേര് തിരിച്ചു ചോദിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തതല്ലേ, ചേട്ടൻ വെച്ചോ അല്ലെ ബാദുക്ക വെച്ചോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം മാത്രമാണ് തിരിച്ചു ചോദിച്ചതെന്നാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാണല്ലോ, ബാദുഷ എടുത്ത പണിയുടെ പൈസ ബാദുഷയ്ക്ക് കിട്ടാൻ അർഹതയില്ലെന്നാണ്. പക്ഷേ സിനിമയിലെ രീതി എങ്ങനെയാണ്? സിനിമയിലൊരു പ്രൊഡക്ഷൻ തീരുമാനിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് അയാളെ ഉൾപ്പെടുത്തുന്നു. അയാൾക്ക് നിർമ്മാതാവ് ഒരു പൈസ വയ്ക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോൾ ഇത്ര ആളുകളുടെ എല്ലാം ഡേറ്റ് മാനേജ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ മാത്രമല്ല, അയാൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അസിസ്റ്റൻസ് ഉണ്ടാവും. അവരുടെ എല്ലാ വേതനം ഫിക്സ് ചെയ്തിട്ടാണ് അയാളുടെ തുക കരാറാക്കുന്നത്. ഞാൻ സിനിമ നിർമ്മിക്കുന്നെങ്കിൽ ഞാൻ ദിവ്യയെ പ്രൊഡക്ഷൻ കൺട്രോളാണ് എടുക്കുന്നത്, ഞാൻ ദിവ്യയ്ക്ക് പൈസ തരണം. എന്നിട്ട് ദിവ്യ നൗഫലിനെ എൻ്റെ പടത്തിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നു. നൗഫലിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വ്യവസ്ഥയൊന്നുമില്ല. മനസ്സിലായില്ലേ? അവർ ഡേറ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർഫുൾ കൺട്രോളറായിരിക്കുക. അതിൻ്റെ അർത്ഥം ഹരീഷ് കണാരനെ സിനിമയിൽ അഭിനയിക്കാൻ 10-15 സിനിമ പിടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഹരീഷ് കണാരന് അയാൾക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? ഹരീഷ് കണാരൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട കേരളത്തിലെ ഒരു നടനാണ്. അയാളെ സൃഷ്ടിച്ചത് ബാദുഷയാണ്. അല്ല, അയാളെ സൃഷ്ടിച്ചത് മലയാള സിനിമ കാണുന്ന പ്രേക്ഷകരാണ്. അയാളുടെ സ്വീകാര്യത കൊണ്ടാണ് അയാൾക്ക് പടങ്ങൾ കിട്ടിയത്. ARM അയാളെ തീരുമാനിക്കാൻ, അയാളെ എടുക്കാമെന്ന് ഡയറക്ടർ പറയുന്നത് ബാദുഷ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ്. അല്ല, വേണമെന്ന് പറയുന്നു, ബാദുഷ നോക്കുന്നു, കിട്ടുന്നില്ല. ബാദുഷ നോക്കുന്നു, കിട്ടുന്ന വെച്ചാൽ ബാദുഷ അയാളെ വിളിക്കുന്നില്ല, അയാളെ ഒഴിവാക്കുന്നു. കാരണം എന്താണ്? അതിന് തൊട്ട് മുമ്പാണ് പൈസ തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുക്കാതിരിക്കുക. അദ്ദേഹം പറയാണ്, പ്രതിഫലത്തിൻ്റെ പേര് പറഞ്ഞ് ഭയങ്കരമായി പൈസ ചോദിക്കുന്നു, ഉഴപ്പാണ്, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ആ ഭാഗം വിശദീകരിക്കാൻ ബാദുഷയ്ക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, ഒരാളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു, ഞാൻ ദിവ്യയുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കുമ്പോൾ അത് തിരിച്ചു തരാൻ ഉദ്ദേശമില്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചു തരാൻ ഉദ്ദേശമില്ല എന്ന് ഞാൻ പറയണമല്ലോ. അല്ലാതെ ദിവ്യയുടെ നിന്ന് ഞാൻ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാണ്, ദിവ്യ
നിങ്ങളെ ഞാൻ കുറേ സിനിമയ്ക്ക് വാങ്ങിച്ചു തന്നില്ലേ, അതിൻ്റെ പ്രതിഫലമായിട്ട് കൂട്ടിക്കോ എന്ന് പറയാൻ അങ്ങനെ ഒരു കോൺട്രാക്ട് നമുക്കിടെ ഇല്ലല്ലോ. ഇല്ല 10 ലക്ഷം രൂപ കടമായിട്ട് തന്നത് കടം എന്നാണ് അർത്ഥം, തിരിച്ചു തരുമെന്ന വിചാരത്തിലാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അപ്പം പറയണം, ഞാൻ നിങ്ങൾക്ക് ഇത്രയും പണം പിടിച്ചെന്ന ആളല്ലേ, എനിക്കൊരു 10 ലക്ഷം രൂപ താടേ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു പറയാതെ തന്നെ ഒരു കരാറുണ്ട്. അങ്ങനെ മേടിച്ചതല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഞ്ചനാപരമായൊരു സമീപനം എടുത്തു. പൈസ തിരിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്ന ആളുകൾ. ഹരീഷ് ഒന്നും ഭയങ്കരമായി പൈസ വാങ്ങിച്ച് ദീർഘനാൾ അഭിനയിച്ച താരങ്ങളൊന്നുമല്ല. ഇത്തരം സപ്പോർട്ടിങ് ആക്ടേഴ്സ് പലപ്പോഴും ഒരു സീസണിൽ വരും, അവർ പിന്നെ പോകും. അങ്ങനെ പോയി ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ ഹരീഷ് വീട് വയ്ക്കുമ്പോൾ അയാൾക്ക് ക്രൈസിസ് ഉണ്ട് എന്ന് മാത്രമല്ല പടവും കുറയുന്നു. അപ്പോൾ പൈസയുടെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, പൈസയുടെ കാര്യത്തിലല്ല പ്രശ്നം, നിങ്ങൾ കുറേ പടമെങ്കിലും എന്താ പടവും കുറയാണ്. അപ്പോൾ അയാൾക്ക് പൈസ ആവശ്യം വന്നപ്പോൾ അയാൾ തിരിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ചോദിച്ച പൈസ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടിയോ വിശദീകരണം കൊടുക്കാൻ പറ്റും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അവകാശവും അധികാരവുമാണ് ഇയാളുടെ പൈസ എൻ്റെ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു സമീപനം എടുത്തു. അതൊട്ടും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. ഹരീഷ് ആ പൈസ തിരിച്ചു ചോദിക്കുന്നുവെങ്കിൽ കൂടുതലൊന്നും പറയാതെ ആ പൈസ ഹരീഷിന് തിരിച്ചു കൊടുക്കുക. വാങ്ങിച്ച മറ്റ് 3 പേരിൽ 2 പേർ ആ പൈസ തിരിച്ചു ചോദിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അവർ 2 പേരും പൊരുത്തപ്പെട്ടെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ ഈ പൈസയ്ക്ക് ഹരീഷിൻ്റെ പൊരുത്തമില്ല. പൊരുത്തം പ്രധാനമാണ്. നിങ്ങളൊരാൾക്കൊരു പൈസ കൊടുത്തു, ആ പൈസ തിരിച്ചു തരണമെങ്കിൽ നീ വെച്ചോ എന്ന് പറയുന്നതാണ് പൊരുത്തം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നിരിക്കുന്നു. ആ പൊരുത്തം ഈ പൈസയ്ക്കില്ല. ആ പൊരുത്തമില്ലാത്ത പൈസ നമ്മൾ കൈവയ്ക്കാൻ പാടില്ല, എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും. അതുകൊണ്ടാണ് ജനങ്ങൾ താഴെ വന്ന് ചീത്ത വിളിക്കുന്നത്. പൊരുത്തമില്ലാത്ത മുതൽ വെക്കരുത്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഹരീഷ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ആ പൈസ കൊടുത്തു, തിരിച്ചു തരുന്നില്ല. തിരിച്ചു തരാത്ത എനിക്ക് വേണ്ടതാണെന്ന് അയാൾ വിചാരിക്കുന്നു. വേണ്ടതാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ തന്നതാണെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്താലേ സെറ്റിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ എന്ത് സാങ്കേതികവാദം ഉന്നയിച്ചാലും ഇത് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട വിഷയമാണ്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായ ശേഷമാണ് ആൾക്കാർ എന്ന് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം എന്ത് പോസ്റ്റിട്ടാലും താഴെ ചോദിക്കുന്നത് ആ പൈസ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ആ പൈസ തിരിച്ചു കൊടുക്കുക എന്താണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആക്രമിക്കപ്പെടുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷേ കുടുംബത്തെക്കുറിച്ചുള്ള കൺസേൺ ബാദുഷയ്ക്കുണ്ടെങ്കിൽ ബാദുഷ ചെയ്യേണ്ടത് കുടുംബം ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ പൈസ കൊണ്ടൊന്നും അല്ല അദ്ദേഹം ജീവിക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കുന്ന അദ്ദേഹം കുറച്ച് സിനിമ നിർമ്മാണമൊക്കെ ആയിട്ട് കുറേ ക്രൈസിസിലാണ്. സിനിമ നിർമ്മിച്ചു, ഒരു സിനിമ ഇപ്പോൾ അതിനെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും ഇതിന് കാരണമാക്കാൻ പാടില്ല. സന്തോഷം എന്ന് പറയുന്നത് നമുക്കുണ്ടാവേണ്ടത് മറ്റുള്ളവർ നമ്മളോട് ഒപ്പം നിൽക്കുന്നവരെല്ലാം നമ്മളുമായിട്ട് ഹെൽത്തി ഡീലിലുള്ളപ്പോഴാണ്. എനിക്കതാണ് പറയാൻ തോന്നുന്നൊരു കാര്യം. എനിക്ക് മനസ്സിലായത് പ്രകാരം അതിനകത്ത് ചില ഫെയർ അല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ഇപ്പോഴും കഴിയുന്നത് ബാദുഷയ്ക്ക് തന്നെയാണ്. ശരി, നൗഫലിന് എന്താ തോന്നുന്നത്, ഇതിൽ ന്യായം ആരുടെ ഭാഗത്തുനിന്നാ? ന്യായം ആരുടെ ഭാഗത്താണെന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പ്രതികരണങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂല്ലോ. ആ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാദുഷയ്ക്ക് കൃത്യമായിട്ട് വിവരിക്കാൻ എന്താ പറയുക, ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയം. കാരണം 20 ലക്ഷം വാങ്ങിയെന്ന് ഹരീഷ് കണാരൻ പറയുന്നു, ഇദ്ദേഹം 14 ലക്ഷമാണ് വാങ്ങിയെന്ന് പറയുന്നു. ഞാൻ അതിൽ പകുതി കൊടുത്തിട്ടുണ്ട്, ബാക്കി കൂലിയായി കരുതുമെന്ന് കരുതി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഒരാളുടെ നിന്ന് ഒരു 10 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 10 രൂപയായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഇടപാട് കൃത്യമാവുള്ളൂ. മനുഷ്യന്മാർ തമ്മിൽ എപ്പോഴും തെറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് കിട്ടാനുള്ള, ദിവ്യയുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള കാശ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷേ എനിക്കൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഞാൻ കൊടുക്കാനുള്ള കാശ് ചെറിയ സംഖ്യയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നുപോകും. അങ്ങനെ സംഭവിക്കാനാണ്. അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഓർമ്മിക്കാൻ കഴിയുക എന്നുള്ളതാണ് അയാളുടെ ക്വാളിറ്റി. ഞാൻ ദിവ്യക്ക് എന്തെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ അത് 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് ഞാൻ തരാനുണ്ട് എന്നൊരു ബോധം എനിക്ക് വേണം. അത് തരികയും വേണം. ബോധം ഉണ്ടായാൽ മാത്രം പോരാ. അപ്പം ഈ 10 രൂപയ്ക്ക് പകരം ഞാൻ വൈകിട്ട് ദിവ്യയുടെ കൂടെ ചായ കുടിക്കാൻ പോകുന്നു, ചായയുടെ കാശ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ കരുതുകയാണ് ഞാൻ അന്ന് വാങ്ങിയ 10 രൂപയുടെ കാശാണ് ഇപ്പം ഞാൻ ചായ ആയി തന്നത് എന്ന് വിചാരിക്കാൻ പാടില്ല. അത് 10 രൂപയായിട്ട് തന്നെ കൊടുക്കണം. കാശ് വാങ്ങിയാൽ കാശായിട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ പറയണം, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് ഇത്ര കാശ് വാങ്ങി, അതിന് പകരമാണ് ഞാനിത് ചെയ്തത് എന്ന് പറയണം. അത് ദിവ്യ അംഗീകരിക്കുകയും വേണം. അപ്പോഴേ ആ ഇടപാട് പൂർത്തിയാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇരുന്നപ്പോൾ നിഷാദ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഓർത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പണ്ട് ടൈപ്പ് റൈറ്റിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് 20 രൂപ വാങ്ങിയായിരുന്നു, ഇതുവരെ തന്നിട്ടില്ല. എനിക്കിപ്പോൾ അത് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ ആലോചിച്ചതാണ്. പക്ഷേ ഞാൻ അന്ന് വേറെ അടുത്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ കൊടുക്കാനുള്ള എനിക്ക് ഓർമ്മയില്ല സത്യം. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിലും അത് തന്നെയാണ്. കാരണം അപ്പം ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര രൂപ കൊടുത്തു, ബാക്കി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് മാനേജ് ചെയ്തതിൻ്റെ പേരിലുള്ള പൈസയായി കൂലിയായി കണക്കാക്കുമെന്ന് കരുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഹരീഷിനോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
ഹരീഷ് ഞാൻ എൻ്റെ കാര്യം നിന്നെ ചെയ്യുന്നുണ്ടല്ലോ അതിന് എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഹരീഷ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് കടം വീട്ടിലാവുന്നുള്ളൂ. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ നിലവിലുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ നിന്ന് കാശ് കടം വാങ്ങിയാലും കാശായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കണം. ഇനി ഹരീഷിൻ്റെ കാര്യം, ഹരീഷ് അന്ന് ഈ വിഷയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് സിനിമകൾ നഷ്ടമാകും എന്നുറപ്പാണ്, ഞാൻ കുറേ മിമിക്രി ഷോ ഒക്കെ നടത്തി ജീവിച്ച് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹരീഷിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ മിമിക്രി ഷോകളുടെ, അതായത് ഓപ്പൺ സ്റ്റേജിലെ മിമിക്രി ഷോകളുടെ കാലം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ടി വിയിലെ കോമഡി ഷോകൾക്ക് പിന്നെയും സാധ്യതകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ആളുകളുടെ മുന്നിലുള്ള കോമഡി ഷോകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക, ആളുകൾ രസിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കോമഡി ഷോകളിലൊക്കെ അവരുടെ സൂക്ഷ്മഭാവങ്ങളടക്കം ആളുകൾ കണ്ടുകൊണ്ട് ക്ലോസ് വിഷ്വൽസൊക്കെ എടുത്തിട്ടാണ് ടി വിയിൽ നല്ലൊരു പ്രൊഡക്ഷനായി മാറുകയും അത് ആളുകൾ രസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പണ്ടത്തെ മിമിക്സ് പരേഡ് കാലമൊക്കെ ഉണ്ടല്ലോ, സിദ്ദീഖിൻ്റെയും ദിലീപിൻ്റെയും ജയറാമിൻ്റെ ഒക്കെ കാലമൊക്കെ, ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ അത്തരം ഷോകൾക്ക് വലിയ സാധ്യതകളില്ലാത്ത കാലം. അപ്പോൾ ഹരീഷ് സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ബാദുഷയുമായുടെ പ്രശ്നം തീർത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഹരീഷൊക്കെ വീണ്ടും സിനിമയിൽ സജീവമാകണം. അങ്ങനെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടുപേരും കൂടി അത് സെറ്റിൽ ചെയ്യണം. രണ്ടുപേരിൽ ഒരാളൊരു വില്ലൻ ഭാവത്തിൽ നിൽക്കുക, എല്ലാവരും കൂടി ഒരാളെ ആക്രമിക്കുക, അത് ശരിയല്ലല്ലോ. അവർ ഒരുമിച്ചൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സഹപ്രവർത്തകരാണ്. സെറ്റിൽ ചെയ്യട്ടെ. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ തുകയാണ്, അല്ലേ? 14 ലക്ഷം 7 ലക്ഷം എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ അനങ്ങിയ 100 കോടിയുടെ സിനിമ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരി, എന്തായാലും പ്രശ്നം അവർ പറഞ്ഞു തീർക്കട്ടെ. ഒന്നേ പറയാനുള്ളൂ, സാമ്പത്തിക ഇടപാടുകൾ, പരസ്പരമുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് നീറ്റായി ഡീൽ ചെയ്യാൻ കൂടി പഠിക്കണം. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ നാളെ ശത്രുക്കളായി മാറുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക.